പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് സംരക്ഷണ ശൃംഖല തീർത്തു. നൂറുകണക്കിന് CPIM പ്രവർത്തകരാണ് സംരക്ഷണ ശൃംഖലയിൽ അണിനിരുന്നത്. സംരക്ഷണ ശൃംഖല CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ആരോഗ്യ മേഖലകളിൽ നാം നേടിയ നേട്ടങ്ങൾ രാജ്യാന്തര ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സംരക്ഷിക്കും. UDF BJP കോർപ്പറേറ്റ് മാധ്യമ ഗൂഢാലോചന തിരിച്ചറിയുക, ആരോഗ്യ മേഖലയെ തകർക്കാൻ അനുവദിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിരവധി പാർട്ടി പ്രവർത്തകരാണ് കോവൂർ മുതൽ ചെസ്റ്റ് ആശുപത്രി വരെ തീർത്ത സംരക്ഷണ ശൃംഖലയിൽ അണിനിരന്ന് പ്രതിജ്ഞയെടുത്തത്. സമീപകാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ മികവിന്റെ കേന്ദ്രങ്ങളായി തലയുയർത്തി നിൽക്കുമ്പോഴാണ് ഇത്തരം സംഘടിത നുണപ്രചാരണം നടക്കുന്നതെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ആരോഗ്യ രംഗത്തെ മാറ്റം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായി കേരളത്തെ എതിർത്താലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് ആരോഗ്യരംഗത്തെ 24 മേഖലകൾ പരിശോധിച്ച് അതിലൊന്നാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. ആ മേഖലയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന കുറച്ച് കാലങ്ങളായി നടന്നു വരികയാണ്. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് ഒരു വശത്ത് UDFും BJPയുമാണെങ്കിൽ മറുവശത്ത് ആരോഗ്യ മേഖലയെ വെറും കമ്പോളമാക്കി മാറ്റാനാണ് വൻകിട കോർപ്പറേറ്റുകളുടെ നീക്കം. സംരക്ഷണ ശൃംഖലയിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P മോഹനൻ മാസ്റ്റർ, KK ലതിക, കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.